ഹലോ, നാഷണൽ ഹൈവേ 66-ൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാഴ്ചകളാണ് കാര്യമായിട്ടുള്ളത്. ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ദൂരമാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന നന്ദി ബസാറിനാണ് തുടങ്ങുന്നത്. നന്ദി ബസാർ മുതൽ ഒരു ചെങ്ങോട്ടുകാവ് വരെയൊക്കെയാണ് ഈ കൊയിലാണ്ടി ബൈപ്പാസ് കാര്യമായിട്ട് വരുന്നത്. ഒരു 10-11 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടക്കത്തിലുള്ള ഭാഗങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ കാണുന്ന വിഷ്വൽസൊക്കെ എന്ന് പറയുന്നത് നമ്മൾ 6 മാസം മുമ്പ് വരുമ്പോൾ 6 മാസം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇതേ ഒരു സെറ്റപ്പ് തന്നെ ആയിരുന്നു. ഈ ഭാഗങ്ങളിലൊന്നും കാര്യമായിട്ട് ഒരു വർക്കും ഈ തുടക്കത്തിലൊന്നും നടന്നിട്ടില്ല. മൊത്തത്തിൽ വർക്ക് നടന്നിട്ടില്ല എന്നല്ല, മാറ്റമുണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ അതേപോലെ തന്നെ ഒരു 6 മാസം മുമ്പുള്ള സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഒരു ഭാഗം കുന്നായതുകൊണ്ട് ഒരു ഭാഗത്ത് ഉയർത്തി വരികയാണ്, മറുഭാഗത്ത് കുന്ന് ഇടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഷ്ടപ്പെട്ട ഭാഗമാണ്. കുറച്ച് നല്ല അത്യാവശ്യം അധ്വാനത്തിൽ അല്ലെങ്കിൽ നല്ല റിസ്കി ഏരിയകളാണ് ഈ ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുന്നത്. ഈ ഭാഗം ഇപ്പോൾ ഈ കമ്പി ഉയർന്നതിലൊക്കെ തന്നെ അത്രയും ഹൈറ്റിലിവിടെ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഇപ്പോൾ കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമല്ല, എന്നാലും കുറേ മാറ്റങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നിർത്തേണ്ട വെക്കേണ്ട മറ്റു ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. മെയിനായിട്ട് ക്രാഷ് ബാരിയറാണ്. അതിൻ്റെ വർക്കുകൾ നിർമ്മാണമൊക്കെ ഇവിടെ തന്നെയാണ് നിർമ്മിച്ച് കൊണ്ടുപോകുന്നത്. ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളതാണ് കാര്യമായിട്ടുള്ളത്. ഈ ഭാഗം മുഴുവനായിട്ട് ചെയ്യുന്ന അദാനി എൻ്റർപ്രൈസാണ്. അദാനി എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളെ വാഗഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലാണ് ഈ അദാനി എൻ്റർപ്രൈസ് ഇവിടെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ മെയിൻ ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അത്യാവശ്യം കുന്നുകളും മലകളും ഒക്കെ ഉള്ള ഏരിയകളാണ്. കുന്നുകളും മലകളെന്ന് പറയുമ്പോൾ ഒരു പുതിയ ഏരിയ ആണല്ലോ, ബൈപ്പാസ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു പുതിയ ഭാഗത്ത് നടക്കുന്ന ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ തന്നെ ആയിരിക്കും. അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേമാതിരി ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ ഭാഗത്തൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലിയറിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്നത് നന്ദി ബസാറിന് ചെങ്ങോട്ടുകാവിലേക്കാണെന്നെങ്കിലും പിന്നെ വീഡിയോ ക്ലിയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബൈക്ക് പോകുന്ന ദൃശ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ ചെങ്ങോട്ടുകാവിൽ നിന്ന് നന്ദി ബസാർ ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇനി അത് കണ്ടിട്ട് എന്താ പറയുക, അങ്ങോട്ടല്ലേ പോകേണ്ടത്, ഇതെന്താ പക്ഷേ ഇങ്ങോട്ടുള്ള വീഡിയോസാണല്ലോ കാണേണ്ടതെന്ന് തോന്നാൻ നിൽക്കണ്ട. എന്തായാലും ഈ ഭാഗങ്ങളിലിപ്പോൾ കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നല്ല ഈ ഏരിയയിലൊക്കെ ഇതൊക്കെ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആറുവരിപ്പാതയുടെ ബേസിക് കാര്യങ്ങളും സർവീസ് റോഡിൻ്റെ വർക്കും ഒക്കെ ഈ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കുറേ മുന്നേ ചെയ്ത് വെച്ച തന്നെയാണ്. ഇവിടെ ഒന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് പക്ഷേ എന്നാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നോക്കുമ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കുറേ മുന്നേ ചെയ്തു വെച്ചതാണ്. ഒരു 5-6 മാസം മുന്നേ വന്നപ്പോൾ എന്താ അവസ്ഥയാണോ അത് തന്നെയാണ്, സെയിം അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത്. അതിലൊന്നും വലിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഈ ഏരിയയിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി കൊയിലാണ്ടി അതുപോലെ തന്നെ കൊല്ലം അങ്ങനെ തുടങ്ങിയൊരു 5-6 ചെറിയ ടൗണുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൗണുകൾ ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ അത്രയും വലിയ ടൗണുകൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് വേറെ, പിന്നെ ടൗണുകളിലോട്ട് പോകുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഒരുപാട് വലിയ ഒരു എക്സ്പെൻസ് ആവും. അതൊക്കെ ഒരു ഇതാണ്. പിന്നെ അതിനപ്പുറം കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ ഒരു ബൈപ്പാസിൻ്റെ ഒരു ഇത് തന്നെയാണ്. പിന്നെ നിലവിലെ കൊയിലാണ്ടി ഏരിയയിലൂടെ NH 66-ൻ്റെ നിലവിലെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല തിരക്ക് പിടിച്ച ഏരിയയാണ്. അത്യാവശ്യം വീതി ഉണ്ട് എന്ന് പറയാം. എന്നാലും പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു വാഹനപ്പെരുപ്പവും കാരണം കൊണ്ട് വലിയ ബ്ലോക്കാണ് അപ്പോഴും കൊയിലാണ്ടി ഏരിയയിലൊക്കെ ഉള്ള. അപ്പോൾ എന്തായാലും ഈ ബൈപ്പാസിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവുന്നതോടുകൂടി നല്ല അടിപൊളി സെറ്റപ്പ് തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 1640 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ NH 66 ടോട്ടൽ വരുന്നത്. ഇത് തമിഴ്നാട്ടിൻ്റെ കന്യാകുമാരി മുതൽ മുംബൈക്കടുത്തുള്ള പാൻവേൽ വരെയുള്ള ഏകദേശം ഒരു 1640 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഹൈവേ തന്നെയാണ് ഈ NH 66 എന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ ഒരുപാട് ബൈപ്പാസുകളും ഈ NH 66 വരുന്നുണ്ട്. ബൈപ്പാസുകൾ എന്ന് പറയുമ്പോൾ എന്തായാലും നിലവിലുള്ള ഏരിയ അല്ലാതെ ഒരു പുതിയ ഏരിയയിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ
ബിൽഡിംഗ് ഒരു റിസ്ക് ഉണ്ടല്ലോ, അത് എന്തായാലും മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല കൂടുതലായിരിക്കും. ഈ ഭാഗമൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റുള്ള ഏരിയകളാണ്. അപ്പോൾ രണ്ട് ഭാഗത്തും കുന്ന് ഏരിയകളിലൂടെ അതിൻ്റെ സെൻട്രൽ ഭാഗത്തൂടെ നല്ല അത്യാവശ്യം താഴ്ത്തിക്കൊണ്ടാണ് ഈ ഭാഗത്തിലൂടെയൊക്കെ 66 കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് റിസ്ക്കി ആയിട്ട് വർക്കുകൾ നടന്ന ഏരിയ തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ നമുക്കതൊന്നും മനസ്സിലാവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് ഏരിയയിൽ സ്ഥലപ്പേരുകളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ബാക്കിയുള്ള മെയിൻ ഹൈവേ കൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഹൈവേയുടെ ഭാഗത്തൊക്കെ ഷോപ്പുകളുടെ പേരിലൊക്കെ എഴുതി വെച്ചതും സ്ഥലപ്പേരുകൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് പിന്നെ നമ്മൾ ഈ ഏരിയയിലുള്ള ആളും അല്ലാത്തതുകൊണ്ട് സ്ഥലപ്പേരുകളൊന്നും ഫുള്ളായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുന്ന ആളുകൾക്ക് ഏകദേശം ആ ഏരിയയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്ഥലം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ ഓരോ ചെറിയ ഏരിയയും സ്ഥലപ്പേര് എന്താണെന്ന് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഏതായാലും സ്ഥലപ്പേര് പറയാത്തത് അതുകൊണ്ടാണ്. എന്തായാലും പിന്നെ ഈ ഏരിയയിൽ തന്നെ കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നല്ല ഉയർന്ന പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ കുന്നുകളൊക്കെ ഇടിച്ചുകൊണ്ടൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറേ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് കുന്നുകളുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് പോലത്തെ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ കുറ്റിപ്പുറം ബൈപ്പാസ് പോലെ, കുറ്റിപ്പുറം എന്ന് പറയുമ്പോൾ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് പോലെ അത്ര വലിയ ഡേഞ്ചറൊന്നുമില്ല. അങ്ങനത്തെ വലിയ വയഡക്റ്റുകളോ കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് വരുന്നില്ല. ചെറിയ ബ്രിഡ്ജുകളും ചെറിയ ഓവർപാസുകളും അണ്ടർപാസുകളൊക്കെയാണ് കാര്യമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കാഴ്ച കണ്ട്. പ്രത്യേക രീതിയെന്ന് പറയുമ്പോൾ സാധാരണ അണ്ടർപാസുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള കലുങ്കുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ നിർമ്മാണ രീതി എന്ന് പറയുന്നത് 3 ലെയറുകളായിട്ടാണ്, 3 ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അണ്ടർപാസ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. അണ്ടർപാസ് അല്ല, പാസ് ഏരിയ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ചെറിയ ആളുകൾക്ക് നടന്നു പോകാനുള്ള സെറ്റപ്പും അതോടൊപ്പം തന്നെ വെള്ളത്തിന് ഒലിച്ചു പോകാനുള്ള രീതിയിലുള്ള സെറ്റപ്പും ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇത് കിട്ടില്ല, അവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അവിടെ വർക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കൃത്യമായിട്ട് ഇതിൻ്റെ ധാരണ എന്താണെന്ന് പറഞ്ഞ് തരാൻ പറ്റിയ രീതിയിലുള്ള ആളുകളൊന്നും കണ്ടില്ല. ചോദിച്ചപ്പോൾ അവർക്ക് പലർക്കും എന്താണെന്ന് ഡീറ്റെയിൽസ് അറിയുന്നില്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് 3 ലെയറുകളായിട്ടാണ് ഇവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ സെൻട്രൽ ഭാഗത്തൂടെ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പോലെയാണ് തോന്നുന്നത്. ബാക്കി രണ്ടും ഇപ്പോൾ ആളുകൾക്ക് നടന്നു പോകാനുള്ള സെറ്റപ്പും അങ്ങനെ 3 ഇതിലായിരിക്കും ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അറിയാത്ത വലിയ രീതിയിൽ പറയുന്നില്ല എന്നുള്ളൂ. എന്തായാലും ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങളുണ്ടെന്ന് പറയാം. കാരണം ഈ ഭാഗങ്ങളിലൊന്നും ഇത്തരം വർക്കുകളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ട് ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടാവുക. ബാക്കിയുള്ള ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കഴിഞ്ഞ ഒരു 6 മാസം മുന്നുള്ള അവസ്ഥ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ചെങ്ങോട്ടുകാവ് വരെയുള്ള ഭാഗത്ത് കുറച്ച് വർക്കുകളൊക്കെ നടന്നതാണ്. കുറച്ചല്ല, അത്യാവശ്യം നല്ല വർക്കുകളൊക്കെ നടന്നതാണ്. പിന്നെ ഇത് മെയിൻ ബൈപ്പാസ് ആയതുകൊണ്ട് ഇപ്പോൾ ആദ്യമേ തുടക്കം മുതലേയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തു വരണ്ടേ. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ എന്തായാലും കുറച്ചിങ്ങനെ സ്ലോ ആവേണ്ടത്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഒരു പ്രത്യേക കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോക്കിൻ്റെ അണ്ടർപാസിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ KNRCക്ക് കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയൊരു ബ്ലോക്കാണ് അണ്ടർപാസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വീതി രീതിയിലുള്ള ബ്ലോക്കുകളാണ് യൂസ് ചെയ്യുന്നത്. 2 ബ്ലോക്കുകളും അതിൻ്റേതായ മെച്ചങ്ങളും ഇമ്പോർട്ടൻറ്റും പിന്നെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീതി കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള ലോക്കുകൾ അതിൻ്റെ അടിയിൽ ഓരോ ഭാഗത്തും 2 ചങ്ങലകൾ ബെൽറ്റുകൾ യൂസ് ചെയ്തിട്ട് ആണ് രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കമ്പിയൊക്കെ അടിച്ച് വെച്ച് അതിൻ്റെ ഓരോ ലെയറായിട്ട് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊണ്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഓരോ 3 അടി 4 അടി വരുമ്പോൾ തന്നെ ഓരോ രീതിയിലുള്ള റോഡ് റോളർ ഉപയോഗിച്ച് അത് നിരപ്പാക്കിയിട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് 2 രീതിയും സെറ്റപ്പ് തന്നെയാണ്, നല്ല ഉറപ്പ് ഉള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഭാഗം ഇപ്പം നോക്കൂ, ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ആണത്. അതായത് 2 വലിയൊരു കുന്ന് തുറന്നിട്ടാണ് ആ ഭാഗത്തൂടെ കടന്നു പോകുന്നത് NH66. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് വീഴുന്നത് കാണുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ അടുത്ത് ഇടിഞ്ഞ് വീഴുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു ഡേഞ്ചർ ഏരിയയാണ്. ഇതിവിടെ എങ്ങനെയാണ് ഇവർ ഒരു സേഫ്റ്റി സെറ്റപ്പുകൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതൊരു സംശയം തന്നെയാണ്. കാരണം സോയിൽ നെയിലിങ് എന്തായാലും ഇവിടെ പറ്റും തോന്നുന്നില്ല. കാരണം സോയിൽ നെയിലിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിലവിലെ ഭാഗത്ത് അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഭാഗങ്ങളായിരിക്കണം. അപ്പോൾ പിന്നെ കോൺക്രീറ്റിങ് ചെയ്യേണ്ടി വരും എന്തായാലും. അങ്ങനെ തന്നെ ആയിരിക്കും സാധ്യത കാണുന്നത്. എന്തായാലും ഇവിടെ കുറച്ചൊരു ഡേഞ്ചർ ഏരിയയാണ്. ഇവിടെ വർക്കിംഗ് നടക്കുന്നത് തന്നെ ഡേഞ്ചറായിരിക്കും. അപ്പോൾ അതന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇടിഞ്ഞ് വീണിട്ട് ഇനി ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ കുറച്ചായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ച് മുന്നേ നടന്ന പോലെയാണ് മനസ്സിലാവാൻ പറ്റുന്നത്. ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ കുറേ പാറകളുള്ള ഏരിയയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതൊരു അണ്ടർപാസ്സാണ്. ഈ ഭാഗം ഇതിപ്പോൾ ഏതാ സ്ഥലം എന്നുള്ളത് അറിയാൻ പറ്റിയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ എന്ന് പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് മെയിൻ ഹിന്ദിക്കാരാണ് വർക്കിങ്. ഓരോരോ സ്ഥലങ്ങളിൽ ചോദിച്ചാൽ അവർക്കും അറിയാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ഈ കല്ലുകളൊക്കെ ഒരുപാട് ഭാഗത്ത് ഇത് മെയിൻ കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം വലിയ കൂറ്റൻ പാറകളാണ് പല സ്ഥലത്തും. പിന്നെ മണ്ണുള്ള ഏരിയകളിലാണ് നേരത്തെ കണ്ട പോലെ ഏരിയ. പക്ഷേ അതൊക്കെ വർക്കിംഗ് നടക്കുന്നതും ഭയങ്കര സേഫ്റ്റി ബുദ്ധിമുട്ട് തന്നെയാണ്. ഭയങ്കര റിസ്കി ഏരിയകളാണ്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിലും കുറച്ച് ഭാഗത്ത് ഈ പറഞ്ഞ വലിയ രീതിയിലുള്ള പാറകളുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഭാഗത്തുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ കുറേ കരിങ്കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞതൊക്കെ കുറേ കൊണ്ടുപോയതായിരിക്കും. എന്തായാലും ഇവർ എന്ന് പറഞ്ഞാൽ ഉയർന്ന പ്രദേശത്തും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശത്തും ഒരുപോലെ വർക്കുകളുള്ളതുകൊണ്ട് ഇവിടെ ഇവർക്ക് ചില ഭാഗത്ത് വരുന്ന ഒരു ഓവറായിട്ടുള്ള മണ്ണുകളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശത്ത് ഉയർന്ന പ്രദേശത്തു നിന്ന് എടുത്തിട്ട് താഴ്ന്ന പ്രദേശ ഏരിയയിലേക്ക് തന്നെ ഇവരുടെ ലോറികളിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് എന്തായാലും മണ്ണിൻ്റെ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ചൊരു മുന്നായിട്ടുള്ള ഭാഗത്ത് ഒരു വീട് പൊളിക്കാത്തതായിട്ട് ഉള്ള പോലെ ഒരു തോന്നൽ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വീട് പൊളിക്കാണ്ടായിരുന്നു കുറച്ച് മുന്നുള്ള ഏരിയയിൽ. പക്ഷെ ഇപ്പോൾ ആ വീടൊന്നും അതിൻ്റെ ഭാഗങ്ങളൊന്നും കാണുന്നില്ല. പല സ്ഥലത്തും ഇതുപോലെ തന്നെ ചില ഒറ്റപ്പെട്ട വീടുകളൊക്കെ പൊളിക്കാതെ നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ കേസുകളിലൊക്കെ പെട്ടുള്ള വിഷയങ്ങളായതുകൊണ്ടാണ് അവിടെ പൊളിക്കാതെ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം ഏരിയയിലും അങ്ങനെ 1-2 വീടുകളൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കേസുകളിലൊക്കെ ഉള്ള വീടുകളും ആ സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ വിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ പക്ഷേ ആ ഏരിയയിലെ സ്ഥലത്തിനുള്ള ഏകദേശം ക്യാഷ് അത് ഇവർ കെട്ടിവെച്ചതിന് ശേഷം അവിടെ വർക്ക് നടക്കുകയാണ്. പക്ഷേ സംഭവം ആ കേസ് നടക്കുകയാണെങ്കിൽ പോലും ഇവർ ആ കേസ് കഴിഞ്ഞതിന് ശേഷം ആ ക്യാഷ് ബാങ്കിൽ നിന്ന് എടുത്ത് റിലീസ് ചെയ്യും. അപ്പോൾ അതുവരെ NHൻ്റെ വർക്ക് അവിടെ പെൻഡിങ് ആവരുതെന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറേ സ്ഥലത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ ഈ വീടുകളും ഇതൊക്കെ കാണുന്നത് മെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ചെങ്ങോട്ടുകാവ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് ഒരു 1.5 കിലോമീറ്റർ NH66 മെയിൻ 6 വരി പാതയുടെ ഈ മെയിൻ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം കംപ്ലീറ്റ് ആയതല്ല, അത് കുറേ മുന്നേ ഈ വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഏകദേശം കഴിഞ്ഞൊരു 5-6 മാസം മുന്നേ തന്നെ ഇതൊക്കെ ചെയ്തു വെച്ചതായി എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കൊന്നും പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളോട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനി ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ തുടക്ക ഭാഗത്തുള്ള ഒരു അണ്ടർപാസിൻ്റെ വർക്ക് ചെങ്ങോട്ടുകാവിൻ്റെ തുടക്ക ഭാഗത്തുള്ള, അപ്പോൾ അതും കാര്യമായിട്ട് ഒരു വർക്ക് കൂടെ നടന്നിട്ടില്ല. അതും കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഏരിയകളിലെ കുറച്ച് റിസ്കി ഏരിയയിലുള്ള വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് തൽക്കാലം ഇവിടെ അങ്ങനെ വെച്ചായിരിക്കും. എന്തായാലും അടുത്തൊരു 6 മാസമൊക്കെ കഴിയുമ്പോഴത്തേന് നല്ല പുരോഗതി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ NH66 കൊയിലാണ്ടി ബൈപ്പാസാണ് കാര്യമായിട്ട് ഫുൾ ഭാഗങ്ങളും. സാധാരണ നമ്മൾ ഈ ഒരു 16-17 മിനിറ്റ് ഉള്ള ഒരു ചെറിയ എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ 16-17 മിനിറ്റൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കൊയിലാണ്ടി ബൈപ്പാസ് ആകുമ്പോൾ ഒരുപാട് ഭാഗങ്ങളൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് കുറച്ച് ലോങ് ആയിപ്പോയത്. സാധാരണ ഒരു ജില്ല മുഴുവനായിട്ടുള്ള വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു 16-20 ഒക്കെ മിനിറ്റിൻ്റെ അടുത്തൊക്കെ വരാറുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അവസ്ഥ. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ഓർമ്മ വെക്കണം, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.